അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ ഒരു പുഴുക്കെന്ന് പറയുന്നത്. അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും. കുട്ടിക്കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരമായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ വയലുകളിൽ പണിയൊക്കെ ഉള്ള സമയത്ത് ജോലിക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് കഞ്ഞിയുടെ കൂടെയൊക്കെ മെയിനായിട്ട് കൊടുക്കുന്ന ഒരു സംഭവം ഈ പുഴുക്കിൻ്റെ മിക്സായിരുന്നു. കാരണം അവർക്ക് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഒക്കെ കഴിക്കുന്ന ഒരു സമയമായിരുന്നു. അവർക്ക് എനർജി നല്ലതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടും നല്ലപോലെ അവർ കിളയ്ക്കുകയും പാടത്ത് പണിയെടുക്കുകയും ചെയ്യുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കിട്ടുമ്പോൾ അവർക്ക് എനർജിയും കിട്ടുമല്ലോ. അതുകൊണ്ടായിരിക്കും അന്ന് ഈ പുഴുക്കൊക്കെ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, ആവേശത്തോടെയൊക്കെ അവർ കഴിച്ചിരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മുടെ വീട്ടിൽ വിളവെടുപ്പ് സമയമുണ്ട്. അതെന്ന് വെച്ചാൽ ചേന കിളച്ച് ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കും. അതുപോലെ ചേമ്പ്, കാച്ചിൽ, പിന്നെ വേറൊരു സൈസ് കിഴങ്ങുണ്ട്, ഒരു ഇങ്ങനെ കുഞ്ഞു 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 രോമം പോലെയുള്ള ആ കിഴങ്ങ്, പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ, അതുപോലെ ഏത്തക്കൊല വെട്ടി വെക്കും. അപ്പോൾ ഇത് കപ്പ പുഴുവും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വലിയ ഈ ഉരുളി അല്ലെങ്കിൽ കുട്ടുവം, അതിനകത്തൊക്കെ ഇങ്ങനെ പുഴുങ്ങി തട്ടുന്ന ആ ഒരു ഓർമ്മയൊക്കെ എനിക്കുണ്ട്. അപ്പം പറമ്പിലെ ജോലിക്കാരും താഴെ തൊടിയിലെ ജോലിക്കാർക്കും എല്ലാം കൊടുക്കുന്നതും ചട്നിയും കട്ടൻ ചായയും പിന്നെ കൂട്ടി കഴിക്കുന്നത്, ഇതൊക്കെ എനിക്ക് ഒത്തിരി ഓർമ്മകൾ. അതെ, ആ മാണിക്യം ഞങ്ങളുടെ അടുത്ത് നിന്ന് കഴിക്കുന്നത് പോലെ ഞാനും എൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും ഒക്കെ കൂടെ നിന്ന് കഴിച്ച നല്ല ഓർമ്മകളാണ്. ഇപ്പോൾ ഈ കാണുന്ന പലരും ഇങ്ങനെയുള്ള ഒരുപാട് ചൈൽഡ്ഹുഡ് മെമ്മറീസിലൂടെ കടന്നു പോകുന്നവരായിരിക്കും ഇല്ലേ. അപ്പോൾ ഈ വന്ന കാലത്ത് നമ്മുടെ വീട്ടിൽ ഒന്നുകിൽ കപ്പ കാണും, അപ്പോൾ കപ്പ പുഴുങ്ങും. ചിലപ്പോൾ ഇനി ചേനയുള്ള സമയത്താണെങ്കിൽ ചേന മാത്രം പുഴുങ്ങും. പക്ഷേ ഈ ഒരു മിക്സഡ് ഐറ്റംസ് കിട്ടുവാനായിട്ട് ചില സമയത്ത് ഭയങ്കര പാടാണ്. പിന്നെ ചില പ്രത്യേക വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മളിത് വാങ്ങിയൊക്കെ ചിലപ്പോൾ മിക്സഡ് ആയിട്ടൊക്കെ പുഴുങ്ങിയെടുക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ എന്തായാലും ഞാൻ പുറത്ത് പോയപ്പോൾ ഈ ഒരു പുഴുക്ക് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. കൊട്ടാരക്കര പത്മ കഫേയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. പുഴുക്ക് കിട്ടുന്ന ഒരുപാട് കടകൾ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് കപ്പ ഉണ്ട്, ചേനയുണ്ട്, അതുപോലെ ചേമ്പ്, കാച്ചിൽ, ഈ 4 ഐറ്റംസാണ് ഇതിനകത്തുള്ളത് കേട്ടോ. കൂടെ കിട്ടിയിരിക്കുന്നത് 2 ചട്നിയാണ്. അതിൽ റെഡ് ചട്നി എന്ന് പറയുന്നത് ഭീകരൻ. ഞാൻ കുഞ്ഞുനാൾ മുതൽ ഈ നിമിഷം വരെയും അധികം എരിവ് ഉപയോഗിക്കാതെ വന്ന ഒരാളാണ്. അതായത് അധികം എരിവും പുളിയും നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ, പ്രത്യേകിച്ച് കുടലിനൊക്കെ ഭയങ്കര ദോഷമേ ഉണ്ടാക്കാറുള്ളൂ. നാവിന് താഴോട്ട് പോയാൽ അത് കേട് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. എന്തിനാണ് നമ്മുടെ പൂ പോലെ മൃദുലമായ ആന്തരിക അവയവങ്ങളെ വെറുതെ പുകച്ച് നശിപ്പിച്ച് എരിയിച്ച് കളയുന്നത്? അതുകൊണ്ട് ഞാൻ എരിവും പുളിയും ഒക്കെ ഭയങ്കര കുറവായിട്ടാണ് അന്ന് മുതൽ ഇന്ന് വരെയും കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻ കേസ് എന്തെങ്കിലും ഒരു എരിവ് എവിടുന്നെങ്കിലും കഴിക്കാൻ ഇടയായാൽ അപ്പം തന്നെ എൻ്റെ ബോഡി പ്രതികരിക്കാൻ തുടങ്ങും, വയറൊക്കെ ഭയങ്കരമായിട്ട് നീറാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ ആ ചുമന്ന ചട്നി സൈഡിലോട്ട് മാറ്റി വെച്ചു. കൂട്ടത്തിലുള്ളതൊരു തൈര് ചേർത്ത വേറൊരു ചട്നിയാണ് കേട്ടോ. ഞാനും അമ്മയും മുമ്പൊരിക്കൽ പത്മ കഫേയിൽ പോയിരുന്ന് കഴിച്ച സമയത്ത് ആ ചട്നിക്ക് നല്ലൊരു സ്വീറ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇന്ന് അവർ പച്ചമുളക് കുരുകുരുകുരാ അതിനകത്ത് അരിഞ്ഞിട്ട് വീണ്ടും അതിനെ എരിവുള്ളതാക്കി കളഞ്ഞു. ആ എരിവിൻ്റെ കാര്യം ഒഴിച്ചാൽ ഈ പുഴുക്കൊക്കെ നല്ല കറക്റ്റിന് വെന്തൊരുപാട് കുഴഞ്ഞു പോകാതെ കറക്റ്റിന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാനും അമ്മയും കൂടെ പണ്ടത്തെ ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കിക്കൊണ്ട് പുഴുക്കടിക്കുകയായിരുന്നു. ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പുഴുക്കുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും എൻ്റെ പറമ്പിൽ തന്നെ കൃഷി ചെയ്തെടുക്കണം എന്നുള്ളതാണ്. ഓൾറെഡി കപ്പയും ചേനയും എൻ്റെ കയ്യിലുണ്ട്. 1-2 മൂട് കാച്ചിലും ചേമ്പും കിഴങ്ങും സ്വീറ്റ് പൊട്ടറ്റോയും ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കൂടുതലായിട്ട് കൃഷി ചെയ്യുകയും വിളവെടുക്കുകയും ഇതുപോലെ എൻ്റെ വീട്ടിൽ തന്നെ പുഴുങ്ങി തിന്നണം എന്നതാണ് എൻ്റെ അടുത്ത ആഗ്രഹവും ലക്ഷ്യവും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം, ശുഭരാത്രി നേരുന്നു. ദിവസമല്ല കേട്ടോ, ഇതിപ്പോൾ രാത്രിയായി. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ ബൈ.